മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബബിതയെ അന്വേഷിച്ച് കുളത്തൂപ്പുഴയിലേക്ക് പോലീസ് എത്തുകയാണ്. അവരുടെ ഉദ്ദേശം ബബിതയെയും ആ കേസിൽ പെടുത്തുക എന്നതാണ്. സ്റ്റാൻലി അവരെ തിരിച്ചയച്ചു. ബബിതയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോയ സ്റ്റാൻലിയെ വൈജ യാദൃശ്ചികമായി കാണുകയാണ്. എന്നാൽ സ്റ്റാൻലിയുടെ മുഖം വൈജയ്ക്ക് വ്യക്തമായിട്ടില്ല. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഒരു നിര വാഹനങ്ങൾ വന്ന് തടസ്സമുണ്ടാക്കിയതിനാൽ വൈജയന്തിക്ക് പെട്ടെന്ന് റോഡ് മുറിച്ച് കടക്കാൻ കഴിഞ്ഞില്ല. വാഹനങ്ങൾ രണ്ട് ദിശയിൽ നിന്നും വന്നുകൊണ്ടേയിരുന്നു. വൈജയന്തി അല്പനേരം കാത്തു നിന്നിട്ട് ഒരു വശത്തെ വാഹനങ്ങളുടെ നേർക്ക് കൈ ഉയർത്തി കാട്ടിക്കൊണ്ട് റോഡ് പാതി മുറിച്ച് കടന്നു. മറുദിശയിലൂടെ വരുന്ന വാഹനങ്ങളുടെ ഒഴുക്ക് നിലയ്ക്കാൻ വേണ്ടി റോഡിന് നടുവിൽ അല്പസമയം കൂടി നിൽക്കേണ്ടി വന്നു. പാർക്ക് ചെയ്ത വാഹനങ്ങൾക്കിടയിലൂടെ വൈജയന്തി തിടുക്കത്തിൽ ഹോട്ടലിന് മുൻവാതിക്കലെത്തി. ചില്ലുവാതിലൂടെ അകത്തേക്ക് നോക്കിയെങ്കിലും ഗ്ലാസിൽ സൺഫിലിം ഒട്ടിച്ചിരുന്നതിനാൽ കാഴ്ച വ്യക്തമായില്ല. വൈജയന്തി ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കടന്നു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ടൂർ വിദ്യാർത്ഥികളെ നോക്കാനെന്ന വ്യാജേന തീൻമേശകൾക്കിടയിലെ പാസേജിലൂടെ നടന്നു. വിദ്യാർത്ഥി സംഘം ഭക്ഷണം കഴിച്ചിറങ്ങിപ്പോയതോടെ ഹാളിലെ കസേരകൾ പാതിയും ഒഴിഞ്ഞുകിടന്നു. വൈജയന്തി എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. മേഡം ആരെയാ നോക്കുന്നത്? റിസപ്ഷനിൽ ഇരുന്നയാൾ ഇറങ്ങി വന്ന് ഭവ്യതയോട് ചോദിച്ചു. വൈജയന്തി ഒന്ന് പതറി. അത് ഞങ്ങളുടെ കൂടെ വന്ന രണ്ടുപേർ. അവരെണീറ്റ് പോയോ? ഇവിടെ ആരുമില്ല മേഡം, എല്ലാവരും പോയി. എനിക്കൊരു ഡൗട്ട്. ഫാമിലി ക്യാബിനിൽ നിന്നും വെയിറ്റർ ഒഴിഞ്ഞ ട്രേയുമായി വരുന്നത് കണ്ട് വൈജയന്തി വേഗം ക്യാബിന് നേർക്ക് നീങ്ങി. അല്പം മങ്ങിയ കണ്ണാടി ചുമരിലൂടെ അകത്തിരിക്കുന്നവരെ കാണാം. ബബിതയെ വൈജയന്തി കണ്ടുപിടിച്ചു. മറ്റേയാൾ പുറംതിരിഞ്ഞിരിക്കുന്നതിനാൽ മുഖം കാണാൻ വയ്യ. അത് ബാലചന്ദ്ര മേനോൻ അല്ലെന്ന് വൈജയന്തിക്ക് തീർച്ചയായി. തൊണ്ടയിൽ എന്തോ വിക്കിയിട്ട് ബബിത ചുമയ്ക്കുന്നു. മറ്റേയാൾ അവളുടെ തലയിൽ തട്ടി കൊടുക്കുന്നുണ്ട്. മുഖം തുടക്കാൻ അയാളൊരു തൂവാല കൊടുക്കുന്നത് വൈജയന്തി കണ്ടു. ആരാണ് തന്റെ മകളുമായി ഇത്ര അടുപ്പമുള്ളയാൾ? ആർക്കാണ് അവളിൽ ഇത്രമേൽ സ്വാതന്ത്ര്യം? നാനാവിധ സംശയങ്ങളോടെ വൈജയന്തി ചെന്ന് ഫ്ലോർ ഡോർ തുറന്നു. സ്റ്റാൻലി കൊടുത്ത കർച്ചീഫ് കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ ഒപ്പിക്കൊണ്ടിരുന്ന ബബിത വൈജയന്തിയെ കണ്ട് ഒരു നിമിഷം പകച്ചു. അമ്മ! അവൾ ആശ്ചര്യത്താൽ വിടർന്ന മുഖത്തോടെ എഴുന്നേറ്റു. കാപ്പിക്കപ്പ് ചുണ്ടോട് ചേർത്ത് ചൂടുകാപ്പി മോത്തി കുടിക്കുന്നതിനിടയിൽ സ്റ്റാൻലി മുഖം തിരിച്ചു. തന്റെ കാഴ്ചക്കെന്തോ തകരാറുണ്ടെന്ന് വൈജയന്തിക്ക് തോന്നി. ഒറ്റ നോട്ടത്തിൽ അപരിചിതനെന്ന് തോന്നിയ ആളിന്റെ മുഖത്തേക്ക് തിരിച്ചറിവിന്റെ വെള്ളി വെളിച്ചം വന്നു വീഴുന്നു. വൈജയന്തി നടുങ്ങിത്തരിച്ചു നിന്നു. ക്യാപ്റ്റൻ സ്റ്റാൻലി ജോസഫ്. പട്ടാള വേഷം ധരിച്ച് സ്റ്റീറിംഗിൽ വിരലുകൾ കൊണ്ട് താളം പിടിച്ച് തെല്ല് അക്ഷമയോടെ സെന്റ് ക്ലെയർ സ്കൂളിന്റെ ഗേറ്റിലേക്ക് നോക്കി മിലിറ്ററി ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ചാരിയിരിക്കുന്ന സൈനികൻ. കുട്ടികളെല്ലാം സ്കൂൾ വിട്ടു പോയി കഴിഞ്ഞ് ഒരു തണുത്ത വൈകുന്നേരത്ത് സാരിക്ക് മീതെ സ്വെറ്ററിട്ട് ഒരു ഷാൾ പൊതിച്ച് ഗേറ്റിലൂടെ തിടുക്കത്തിൽ ജീപ്പിനടുത്തേക്ക് നടന്നു ചെല്ലുകയാണ് താൻ. പ്രപഞ്ചത്തിന് നടുവിൽ തങ്ങൾ 3 പേർ മാത്രമേ ഉള്ളൂവെന്ന് വൈജയന്തിക്ക് തോന്നി. ചുറ്റുമുള്ള ലോകങ്ങൾ, നക്ഷത്രങ്ങൾ, സൗരയൂഥങ്ങൾ അതിവേഗം ഭ്രമണം ചെയ്യുകയാണ്. അനന്തവിഹായസിൽ നിന്ന് ഒരു കടുംതുടി മുഴങ്ങുന്നുണ്ട്. ആ ഭ്രമണത്തിൽ, ആ തുടിമുഴക്കത്തിൽ ഭൂതച്ചൂര്യയിൽപ്പെട്ട ഒരു കച്ചിത്തുരുമ്പ് പോലെ അവൾ 24 വർഷം പിന്നിലേക്ക് പാറിപ്പോവുകയും പാഞ്ഞെത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഏതൊരു മുഖമാണോ ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ചത്, അതേ മുഖം തന്റെ തൊട്ടു മുൻപിൽ, തന്റെ മകളോടൊപ്പം. ഒരു സ്തംഭനാവസ്ഥയിൽ കൽപ്രതിമ പോലെ തറച്ചു നിന്ന വൈജയന്തിയെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു സ്റ്റാൻലി. അയാളുടെ സംശയവും ആശ്ചര്യവും 2 നിമിഷമേ നീണ്ടു നിന്നുള്ളൂ. കാലം അവളുടെ രൂപസൗകുമാര്യത്തിന് കടുത്ത മങ്ങലൊന്നും ഏൽപ്പിച്ചിട്ടില്ലെന്ന് അയാൾ കണ്ടു. ബബിത രണ്ടുപേരെയും മാറി മാറി നോക്കുകയായിരുന്നു. ഒരേതരം അന്താളിപ്പും അവിശ്വസനീയതയും ആ മുഖങ്ങളിൽ അവൾ കണ്ടു. ഒരു വാക്ക് മിണ്ടാൻ പോലും കഴിയാത്തൊരു ഷോക്കിലാണ് രണ്ടുപേരും. അമ്മ, അമ്മ എങ്ങനെ ഇവിടെ? ഒടുവിൽ ബബിത തന്നെ ആ സ്തംഭനാവസ്ഥയെ ഭേദിച്ചു. ഒന്ന് ഞെട്ടിയിട്ടെന്നോണം വൈജയന്തി സ്റ്റാൻലിയിൽ നിന്നും കണ്ണെടുത്തു. ടീച്ചർ! വാതിലിന് പിന്നിൽ നിന്നുള്ള വിളി കേട്ട് വൈജയന്തി പകച്ച് മുഖം തിരിച്ചു. ടീച്ചറെ ഞങ്ങൾ എവിടെയെല്ലാം നോക്കി. സെക്കൻഡ് ടി സിയിലെ മോനിഷയാണ്. എല്ലാവരും ബസ്സിൽ കയറി കഴിഞ്ഞു. ടീച്ചർ എന്താ ഇവിടെ വന്ന് നിൽക്കണേ? ഞങ്ങളിൽ ആരെങ്കിലും തിരക്കി വന്നതാണോ? അല്ല. വൈജയന്തി പാരവശ്യത്തോടെ പിന്തിരിഞ്ഞു. മോനിഷ ആശ്ചര്യത്തോടെ ബബിതയെ നോക്കി. ടീച്ചറുടെ മോളല്ലേ? എല്ലാവരും കയറിയെങ്കിൽ വാ, പോകാം. വൈജയന്തി നടന്നു കഴിഞ്ഞു. ബബിതയെ ഒന്നുകൂടി നോക്കിയിട്ട് മോനിഷയും പിന്തിരിഞ്ഞു നടന്നു. അവൾ വൈജയന്തിയുടെ ഒപ്പമെത്തി. ടീച്ചർ മോളെ കാണാൻ വേണ്ടി കയറിയതാണോ? അവൾ ചോദിച്ചു. ആ, അതെ. മോൾ ഇവിടാണോ?
അതെ, അവൾ ഇവിടെയാ പഠിക്കുന്നേ. എങ്ങനെ ഇവിടെ കണ്ടുമുട്ടി? ടീച്ചർ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇവിടെ എത്തുമെന്ന്? അതെ, മൊബൈൽ വിളിച്ചിരുന്നു. ഇവിടെ വെച്ച് കണ്ടത് മോൾക്ക് സർപ്രൈസായി കാണുമല്ലേ? അതെ. രണ്ടുപേരും റോഡിലെത്തി. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വാഹനത്തിലേക്ക് ഒഴിയുന്നത് കാത്തുനിന്നു. ടീച്ചർ മോളോട് പോവാണെന്ന് പോലും പറഞ്ഞില്ല, മോനിഷ ഓർമ്മിപ്പിച്ചു. അതെ, അതെല്ലാം പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാ നീ വന്നത്. വാ. വൈജയന്തി മോനിഷയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തിടുക്കത്തിൽ റോഡ് ക്രോസ് ചെയ്തു. ടീച്ചറുടെ കൈ വല്ലാതെ തണുത്തിരിക്കുന്നു, മോനിഷ ആശ്ചര്യത്തോടെ പറഞ്ഞു. അവർ ചെന്ന് ടൂറിസ്റ്റ് ബസ്സിൽ കയറി. ടീച്ചർ എവിടെ പോയതാ? ഞങ്ങൾ ഇവിടെല്ലാം ഓടി നടന്ന് തെരച്ചിലായിരുന്നു. ആരോടും പറയാതെ എന്തൊരു പോക്കാ പോയത്? റോസ്ലിൻ ടീച്ചർ കുറ്റപ്പെടുന്ന സ്വരത്തിൽ തന്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചു. ആരോടെങ്കിലും പറഞ്ഞിട്ട് പോകണ്ടേ? ഡ്രൈവർ ചോദിച്ചു. വൈജയന്തി മിണ്ടിയില്ല. ആ മുഖത്തെ പരിഭ്രാന്തിയും പാരവശ്യവും പരിസരബോധമില്ലാത്ത മട്ടിലുള്ള നോട്ടവുമെല്ലാം കണ്ടപ്പോൾ റോസ്ലിൻ ടീച്ചർക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. വൈജയന്തി ആബ്സെന്റ് മൈൻഡാണ്. ടീച്ചർ ഇങ്ങോട്ടിരിക്ക്, മോനിഷ സീറ്റ് ചൂണ്ടിക്കാട്ടി. വൈജയന്തി ഇരുന്നിട്ട് ഹോട്ടലിന് നേർക്ക് നോക്കി. ചില്ലുവാതിൽ പാതി തുറന്നു പിടിച്ച് നോക്കി നിൽക്കുന്നു സ്റ്റാൻലി ജോസഫ്. വൈജയന്തി തീപ്പൊള്ളലേറ്റ പോലെ മുഖം തിരിച്ചു. സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരുന്ന ബസ് പതിയെ നീങ്ങി തുടങ്ങി. ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുകയായിരുന്നു ബബിത. സ്റ്റാൻലി ഫാമിലി ക്യാബിന് തിരിച്ചെത്തി. ബബിത ചോദ്യഭാവത്തിൽ നോക്കി. പപ്പ ഇപ്പോഴും ഷോക്കിൽ നിന്ന് മോചിതനായിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. സ്റ്റാൻലി കസേരയിലേക്ക് ഇരുന്നു. പിന്നാലെ ബബിതയും. സ്റ്റാൻലി കോഫിയെടുത്ത് ഒരു കവിൾ കുടിച്ചു. അത് തണുത്തിരുന്നു. സ്റ്റാൻലി ബബിതയെ നോക്കി. അയാളുടെ മുഖത്ത് ഇത്രയേറെ സ്തോഭം അവൾ കണ്ടിട്ടേയില്ല, അലീനോട് ദേഷ്യപ്പെടുമ്പോൾ പോലും. പപ്പ തന്നെയല്ല നോക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ തലയോട് തുളച്ച് ഭിത്തി തുരന്ന് വാഹനങ്ങളെയും കെട്ടിടങ്ങളെയും കുന്നുകളെയും മറികടന്ന് ആ നോട്ടം ഏതോ ചക്രവാള ചെരുവിൽ ചെന്ന് നിശ്ചലമായി. അവിടെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയെ അയാൾ കണ്ടു. അയാൾ അവളോട് ചോദിച്ചു, നീ എവിടെയായിരുന്നു കഴിഞ്ഞ 24 വർഷം? ആകാശ ചെരുവുകളിൽ ആ ചോദ്യം പ്രതിധ്വനിച്ച് അയാളുടെ നേർക്ക് തന്നെ തിരിച്ചു വന്നു. നീ എവിടെയായിരുന്നു കഴിഞ്ഞ 24 വർഷം? മേഘങ്ങൾക്കുള്ളിലൂടെ വർഷങ്ങളുടെയും മാസങ്ങളുടെയും പക്ഷികൾ ചിറകടിച്ച് പറന്നുപോയിക്കൊണ്ടിരുന്നു. സ്റ്റാൻലി ഉള്ളംകൈയിൽ നെറ്റി താങ്ങി, കൈമുട്ട് മേശമേലൂന്നി തല താഴ്ത്തിയിരുന്നു. ബബിതയുടെ ഐസ്ക്രീം ഉരുകി നിറമുള്ള ദ്രാവകമായി. വെയിറ്റർ കടന്നു വന്ന് ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോൾ സ്റ്റാൻലി ഞെട്ടി കൺമിഴിച്ചു. ഒന്നും വേണ്ട, അയാൾ പറഞ്ഞു. അയാൾ ബബിതയുടെ ഐസ്ക്രീം ബൗളിലേക്ക് നോക്കി. അത് അവൾ കഴിച്ചിട്ടില്ല. എന്തെങ്കിലും വേണോ? സ്റ്റാൻലി ചോദിച്ചു. വേണ്ട. ബബിത ടിഷ്യൂ പേപ്പർ എടുത്ത് കൈ തുടച്ചു. ബില്ല് തന്നേക്കൂ, സ്റ്റാൻലി പറഞ്ഞു. ബില്ല് കൊടുത്ത് കാറിനടുത്തേക്ക് നടക്കുമ്പോഴും സ്റ്റാൻലി മൗനിയായിരുന്നു. കാറിൽ കയറി അയാൾ ഏതാനും നിമിഷം എന്തോ ആലോചിച്ചിരുന്നു. ബബിത വല്ലായ്മയോടെ അയാളോട് ചോദിച്ചു, പപ്പയ്ക്ക് സങ്കടമായി അല്ലേ? സ്റ്റാൻലി ഉടൻ തല വെട്ടിച്ചു. ഏയ് ഇല്ല. അമ്മ എങ്ങനെ അവിടെത്തി? എങ്ങനെ കണ്ടുപിടിച്ചു? സ്റ്റാൻലിക്ക് അറിയില്ല. ഇറ്റ്സ് മേ ബി ആക്സിഡന്റലി. അമ്മയ്ക്ക് ഭയങ്കര ഷോക്കായി പോയി. പപ്പയ്ക്കുമല്ലേ? പപ്പയോട് വല്ലതും സംസാരിച്ചോ? ഇല്ല. ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കയറി പോകുന്നത് കണ്ടു. സ്റ്റുഡൻസിനെയും കൊണ്ട് പോവുകയാണെന്ന് തോന്നുന്നു. കുഴപ്പമാകുമോ പപ്പ? കുഴപ്പമുണ്ടല്ലോ. നമ്മളെ ഒന്നിച്ച് കണ്ടത് വൈജയന്തിക്ക് വലിയ ചിന്താകുഴപ്പമുണ്ടാക്കും. സ്വന്തം അടിത്തറ ഇളകി വന്ന സംശയവും പേടിയും കാരണം അവൾ തീർച്ചയായും അന്വേഷണം നടത്തും, സ്റ്റാൻലി പറഞ്ഞു. അറിയട്ടെ പപ്പ, എല്ലാവരും അറിയട്ടെ. എന്നായാലും ഇതൊക്കെ അറിയേണ്ടതല്ലേ? ബബിത പറഞ്ഞു. അല്ല, അതിങ്ങനെയല്ല. സ്റ്റാൻലി നിഷേധരൂപേണ തലയാട്ടി. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്ത് നഗരത്തിരക്കിലേക്ക് കടന്നു. മാമച്ചന്റെ വീട്ടുവളപ്പിൽ കാർ എത്തിയപ്പോൾ തന്നെ സിറ്റൗട്ടിൽ കാത്തുനിന്ന രേവതിക്കുട്ടിയും ചിന്നുമോളും ഷെറിനും ഇറങ്ങിച്ചെന്നു. സ്റ്റാൻലി കാർപോച്ചിനരികെ നിർത്തി. രേവതിക്കുട്ടിയും ബബിതയും തമ്മിൽ മുൻപ് അടുപ്പമൊന്നുമില്ലായിരുന്നെങ്കിൽ കൂടി കാറിൽ നിന്ന് ഇറങ്ങിയ ഉടൻ ബബിതയുടെ അരികെ ചെന്ന് രേവതിക്കുട്ടി അവളുടെ കരം ഗ്രഹിച്ചു. സൗഹൃദത്തിന്റെ പുഞ്ചിരി നൽകി. ഷെറിനും അവളുടെ നേർക്ക് പുഞ്ചിരി തൂകി സൗഹൃദം സ്ഥാപിച്ചു. ചിന്നുമോൾ സ്റ്റാൻലിക്ക് ഷേക്ക് ഹാൻഡ് നൽകിക്കൊണ്ട് വെരി നൈസ് ടു മീറ്റ് യു എന്ന് അഭിവാദ്യം ചെയ്തു. വെരി വെരി നൈസ് ടു മീറ്റ് യു. സ്റ്റാൻലി അവളുടെ കവിളത്ത് തലോടി. അയാൾ മുഖമുയർത്തി ഷെറിനെ നോക്കി. നിനക്ക് സുഖമല്ലേ? ഷെറിൻ മൂളി. എനിക്ക് സുഖമാ, ചിന്നുമോൾ പറഞ്ഞു. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ സുഖാണോന്ന്? രേവതിക്കുട്ടി കപട ദേഷ്യത്തിൽ ചോദിച്ചു. ഇപ്പം ചോദിക്കും, അവൾ പറഞ്ഞു. മോൾക്ക് സുഖാണോ? ബബിത ചോദിച്ചു. ആം, ചിന്നുമോൾ എന്നിട്ട് പന്തയം ജയിച്ച മാതിരി രേവതിക്കുട്ടിയെ നോക്കി. ചൈനീസ് പാവയെ പോലെ തലയാട്ടി കാണിച്ചു. രേവതിക്കുട്ടി എന്തു പറയുന്നു? സ്റ്റാൻലി
കുശലൻ ചോദിച്ചു. സ്വാഗതം പറയുന്നു. അവൾ തട്ടിവിട്ടു. ഓക്കെ, താങ്ക് യു. സ്റ്റാൻലി മന്ദഹസിച്ചു. ഈ ആന്റിയുടെ പേരെന്താ രേവ ആന്റി? ചിന്നുമോൾ ചോദിച്ചു. ബബിത. ബബിത. ബബിതയല്ല, ബബിത. ബബിത ആന്റി. ചിന്നുമോൾ നല്ല അക്ഷരസ്ഫുടതയോടെ ഉച്ചരിച്ചു. സ്റ്റാൻലി സിറ്റൗട്ടിന് നേർക്ക് നടന്നു. വാ. രേവതിക്കുട്ടി ബബിതയുടെ കൈ പിടിച്ച് പിന്നാലെ നീങ്ങി. മാമച്ചനും ഗ്രേസമ്മയും സിറ്റൗട്ടിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. നഗരം പിന്നിട്ടതോടെ ബസ് വേഗമെടുത്തു. വൈജയന്തിയുടെ തലയ്ക്കുള്ളിൽ നാനാതര സംശയങ്ങളും ആശങ്കകളും കെട്ടുപിണിഞ്ഞ് പെരുകിക്കൊണ്ടിരുന്നു. അവളുടെ മനസ്സ് ഹോട്ടലിലെ ഫാമിലി ക്യാബിനിൽ കുടുങ്ങിക്കിടന്നു. സ്റ്റാൻലി ജോസഫും ബബിതയും തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടി? അവർ തമ്മിൽ എവിടെ വെച്ച് പരിചയമായി? അവർ തമ്മിൽ എന്തുതരം ബന്ധമാണ് നിലവിലുള്ളത്? ബബിത താൻ പണ്ട് സ്നേഹിച്ചിരുന്ന വൈജയന്തിയുടെ മകളാണെന്ന് സ്റ്റാൻലിക്ക് അറിയാമോ? താനും സ്റ്റാൻലിയും തമ്മിൽ സ്നേഹിക്കുകയും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് സ്റ്റാൻലി ബബിതയെ അറിയിച്ചിട്ടുണ്ടാകുമോ? തണുപ്പ് കാറ്റടിച്ചിട്ടെന്നോണം വൈജയന്തി ഒന്ന് കുളിർന്നു വിറച്ചു. കൈത്തണ്ടിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. ബബിത അലീനോടൊപ്പമാണെന്നായിരുന്നു തനിക്ക് ലഭിച്ച വിവരം. അലീന എവിടെയാണുള്ളത്? സ്റ്റാൻലിയും അലീനയും തമ്മിൽ പരിചയമുണ്ടാകുമോ? ഉണ്ടെങ്കിൽ താൻ വൈജയന്തിയുടെ വീട്ടുവേലക്കാരിയായിരുന്ന വിവരം അലീന സ്റ്റാൻലിയെ അറിയിച്ചിട്ടുണ്ടാകുമോ? പൊടുന്നനെ വൈജയന്തിക്ക് തോന്നി തന്റെ ചിന്തകളെല്ലാം ഭ്രാന്തമാണെന്ന്, സംശയങ്ങൾക്കൊന്നിനും യാതൊരു അടിസ്ഥാനവുമില്ലെന്ന്. സൈന്യത്തിൽ നിന്ന് വിരമിച്ച് സ്റ്റാൻലി ഏതെങ്കിലും സ്ഥാപനത്തിന്റെ മാനേജരോ സൂപ്രണ്ടോ ആയി എറണാകുളത്ത് തന്നെ ജോലി ചെയ്യുകയായിരിക്കും. ഒരുപക്ഷെ സ്റ്റാൻലി സ്വന്തമായി ഒരു സ്ഥാപനം തന്നെ നടത്തുന്നുണ്ടായിരിക്കും. അലീന ജോലി ചെയ്യുന്നത് ആ സ്ഥാപനത്തിലായിരിക്കാം. ആരെയും ആകർഷിക്കാനുള്ള ജന്മസിദ്ധമായ കഴിവുകൊണ്ട് അലീന സ്റ്റാൻലിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കും. സ്വാഭാവികമായും അലീനോടൊപ്പം താമസിക്കുകയും നിഴൽ പോലെ കൂടെ നടക്കുകയും ചെയ്യുന്ന ബബിതയെയും സ്റ്റാൻലി പരിചയപ്പെട്ടിരിക്കും. ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനിടെ അല്ലെങ്കിൽ മടങ്ങുന്നതിനിടെ സ്റ്റാൻലി കൊടുത്ത ഫ്രീ ലിഫ്റ്റ്, ഇടയ്ക്കൊരു കോഫി കഴിക്കുന്നു എന്ന് സ്റ്റാൻലി ചോദിക്കുന്നത് സാമാന്യ മര്യാദ. പക്ഷേ അത്തരം ഔപചാരികമായ ഒരു ഇടപെടലല്ലോ താൻ കണ്ടത്. വളരെ അടുപ്പമുള്ളവരെ പോലെയായിരുന്നു അവർ പെരുമാറിയത്. ഒരേ കുടക്കീഴിൽ ബബിതയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സ്റ്റാൻലി ഹോട്ടലിലേക്ക് കയറിപ്പോയത്. അടുപ്പമില്ലാത്തവരോട് അങ്ങനെ വഴങ്ങുന്ന സ്വഭാവക്കാരിയല്ല ബബിത. സ്റ്റാൻലിയും അപരിചിതരോട് വളരെ വേഗത്തിൽ ഇണങ്ങുന്ന സ്വഭാവക്കാരനായിരുന്നില്ല. സ്റ്റാൻലിക്ക് ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ മാത്രമേ ആഗ്രയിൽ താമസിച്ച കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റാൻലിയുടെ ആകാര ഗാംഭീര്യവും കണ്ണുകളുടെ തീഷ്ണതയും മുഖത്ത് സദാ പ്രതിഫലിക്കുന്ന നിശ്ചയദാർഢ്യവും സ്റ്റാൻലിയോട് പെട്ടെന്ന് അടുക്കുന്നതിൽ നിന്നും ആളുകളെ വിലക്കി. വലിയ ഗൗരവക്കാരനായിരുന്നു. ഈ ഗൗരവക്കാരനെ എന്തു പേരിൽ സംബോധന ചെയ്യുമെന്ന ചിന്ത കുറെ കാലം മനസ്സിനെ കുഴക്കിയിരുന്നുവെന്ന് വൈജയന്തി ഓർത്തു. ക്യാപ്റ്റൻ സ്റ്റാൻലി ജോസഫ് എന്നത് ഒരു ഉഗ്രൻ സംബോധനയാണ്. പട്ടാള യൂണിഫോമിൽ നിൽക്കുമ്പോൾ ആ പേരിന് മുമ്പിൽ മറ്റെല്ലാ പേരുകളും നിഷ്പ്രഭമായി പോകുന്നത് പോലെ അക്കാലത്ത് തോന്നിയിരുന്നു. പക്ഷേ തനിക്കു മാത്രം വിളിക്കാൻ ഒരു പേര് വേണം, കൊഞ്ചി വിളിക്കാനും കൂടി പറ്റുന്ന, സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഒരു ചെല്ലപ്പേര്. 1000 പേരുകളുമായി സ്റ്റാൻലിയെ കൂട്ടിയിണക്കി നോക്കി, ഇണങ്ങുന്നില്ല. ഒടുവിൽ സ്റ്റാൻലി തന്നെ രക്ഷയ്ക്കെത്തി. അപ്പച്ചനും അമ്മച്ചിയും തന്നെ വിളിക്കുന്ന പേര് വെളിപ്പെടുത്തി. ലാലിച്ചൻ. ആലിപ്പഴം പോലെ നാക്കത്തലിയുന്ന പേര്, മഞ്ഞുകണം പോലെ മേലാകെ കുളിർപ്പാകുന്ന പേര്, തേൻതുള്ളി പോലെ മധുരിക്കുന്ന പേര്. ആഗ്രയിലെ വസന്തകാലം രാത്രികളിൽ സൈനിക വസതിയുടെ ഒരു ജനാലപ്പാളി തുറന്നിട്ട് കിടക്കയിൽ തലയണയെ കെട്ടിപ്പിടിച്ച് ഒരു വശം ചെരിഞ്ഞു കിടന്ന് ഇളങ്കാറ്റിൽ ഇളകുന്ന ജാലകവിരികളെ വകഞ്ഞുമാറ്റി പതിയെ വിളിച്ചു നോക്കാം. ലാലിച്ച, മോനെ. ഹൃദയം ഒരു സ്നേഹത്തൊട്ടിലാണ്. ആഗ്രം മുഴുവൻ ലാലിച്ച് നടക്കുന്ന വഴികൾ, അവന്റെ സൈനിക വാഹനം സഞ്ചരിക്കുന്ന പാതകൾ, സിയോമാരുടെ ക്വാർട്ടേഴ്സ്, അവൻ ഉറങ്ങാൻ കിടക്കുന്ന കൂടാരം, എല്ലാം ആ തൊട്ടിനുള്ളിലുണ്ട്. സുതാര്യമായൊരു സ്വപ്ന പൂമ്പട്ട് വിരികൊണ്ട് മൂടിപ്പൊതിച്ച് അവൻ കിടക്കുന്നത് കാണാം. ലാലിച്ച, എട കള്ള, നീ ഉറങ്ങിയോ? പടക്കം പൊട്ടിയതുപോലെ ശബ്ദം. വൈജയന്തി ഞെട്ടിപ്പോയി. താൻ ഏത് ലോകത്താണെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. ബസ് ഓടുന്നുണ്ട്. തൊട്ടു മുന്നിലെ സീറ്റിലിരുന്ന അനുപ്രിയ കയ്യിൽ വെച്ച് കളിച്ചുകൊണ്ടിരുന്ന ട്യൂബ് ബലൂണിന്റെ അറ്റത്തെ ആപ്പിൾ ബലൂൺ പൊട്ടിയതാണ്. അവൾ അവശേഷിക്കുന്ന ട്യൂബ് ഉയർത്തിക്കാട്ടി ചിരിക്കുന്നു. വൈജയന്തി ഒരു ദീർഘശ്വാസം എടുത്തു. ചിന്തകളുടെ തുടക്കം എവിടെയായിരുന്നെന്നോ അതെവിടെ നിലച്ചെന്നോ അവൾക്ക് മനസ്സിലായില്ല. സ്റ്റാൻലി ജോസഫിനെയും ബബിതയെയും ഹോട്ടലിലെ ഫാമിലി ക്യാബിൽ കണ്ട രംഗം വീണ്ടും മനസ്സിലേക്ക് വന്നു. ആകസ്മികമായി സംഭവിച്ച ഈ കൂടിക്കാഴ്ച വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന് വൈജയന്തി ഭയപ്പെട്ടു. താനും സ്റ്റാൻലിയും തമ്മിൽ കണ്ടപ്പോൾ രണ്ടുപേരുടെയും മുഖത്തുണ്ടായ ഭാവമാറ്റം ബബിത ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതുവരെ അവൾക്കോ സ്റ്റാൻലിക്കോ ഒന്നും അറിയില്ലെങ്കിൽ കൂടി ഇനി അവർ തമ്മിൽ കൂടുതൽ പരിചയപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്തേക്കാം.
തന്റെ മകളാണ് ബബിത എന്നറിയുമ്പോൾ സ്റ്റാൻലി കഴിഞ്ഞ കാലത്തിന്റെ ഏടുകൾ അവളുടെ മുമ്പിൽ തുറക്കാൻ തയ്യാറാവുമോ? ബബിതയോട് എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുമോ? ബബിത അറിഞ്ഞാൽ തീർച്ചയായും അലീനയോട് പറയാതിരിക്കില്ല. അലീനെ അത് തീർച്ചയായും ബാലചന്ദ്രനെയും അറിയിച്ചിരിക്കും. 24 വർഷം താൻ മൂടിവെച്ച രഹസ്യം. വൈജയന്തിയുടെ നെഞ്ചിൽ ആദി പെരുകി. അവൾ സീറ്റിലേക്ക് ചാരി തളർന്നു കിടന്നു. കാർ വീട്ടുമുറ്റത്തേക്ക് കയറ്റി നിർത്തിയിട്ട് ശിവശങ്കരൻ മേനോൻ ഇറങ്ങി. പുറകെ വലിയ ബാഗും തൂക്കി സ്കൂൾ യൂണിഫോം വേഷത്തിൽ കൃഷ്ണജിയും. കൃഷ്ണജ സിറ്റൗട്ടിൽ കയറി ഡോർബെൽ അടിക്കാൻ ഭാവിക്കുമ്പോഴേക്കും വൈജയന്തി വാതി തുറന്നു. അമ്മ എപ്പോഴാ വന്നേ? കൃഷ്ണജ 4 ദിവസത്തെ വിരഹത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ചയുടെ ആഹ്ലാദം പങ്കിടാൻ ശ്രമിച്ചു. അരമണിക്കൂർ പോലും ആയിട്ടില്ല. വൈജയന്തി ഒരു തണുത്ത സ്വരത്തിൽ പറഞ്ഞു. അമ്മയുടെ മുഖത്തെ ഉന്മേഷക്കുറവ് കൃഷ്ണജിയിൽ വല്ലായ്മ ഉളവാക്കി. അമ്മ ക്ഷീണിച്ചതുപോലെ ഇരിക്കുന്നു. നിനക്ക് സുഖമായിരുന്നല്ലോ അല്ലേ? അതൊരു ഭംഗിവാക്കാണെന്ന് കൃഷ്ണജയ്ക്ക് മനസ്സിലായി. അമ്മയുടെ മനസ്സ് മറ്റെവിടെയോ ആണ്. നീ ഇവൾക്ക് വല്ലതും വാങ്ങിക്കൊടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എടുത്തു കൊടുക്കടി. 4 ദിവസമായില്ലേ അവൾ കാത്തിരിക്കുന്നു. സിറ്റൗട്ടിലേക്ക് കയറി വന്ന് ശിവശങ്കരൻ പറഞ്ഞു. കഴിഞ്ഞ 4 ദിവസവും അവൾ കൊല്ലപ്പള്ളി വീട്ടിലായിരുന്നു താമസം. വൈജയന്തി തിരിച്ചെത്തി ഉടനെ വിളിച്ചു വരുത്തിയതാണ്. കൊടുത്തോളാം ശിവേട്ടാ. നീ എന്താ ഒരുമാതിരി പേടി കിട്ടിയ പോലെ? ശിവശങ്കരൻ അനുജത്തിയെ സൂക്ഷിച്ചു നോക്കി. മോള് പോരുന്ന് പഠിക്ക്. ഞാൻ ചായക്ക് വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ തരാം. കൃഷ്ണയോട് പറഞ്ഞിട്ട് വൈജയന്തി അകത്തേക്ക് നടന്നു. എന്നാൽ ഞാൻ പോയിക്കോട്ടെ? ശിവശങ്കരൻ ചോദിച്ചു. ശിവേട്ടൻ എന്താ ധൃതി? ശിവേട്ടൻ തന്നെ കൃഷ്ണമോളെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു പോലുമില്ലല്ലോ. എന്തുകൊണ്ടാ? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ശിവശങ്കരന്റെ നെറ്റി ചുളിഞ്ഞു. വൈജയന്തി കിച്ചണിലേക്ക് പോയി. ശിവശങ്കരൻ പുറകെ ചെന്നു. എന്താ? എന്തെങ്കിലും സീരിയസ് ആയ പ്രശ്നമാണോ? അതെ. നിന്റെ ഭാവം കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ കുഴപ്പമുണ്ടെന്ന്. വൈജയന്തി വാതുക്കൽ ചെന്ന് നോക്കി. ഊണുമുറിക്കും അപ്പുറത്ത് ലിവിംഗ് റൂമിലാണ് കൃഷ്ണ. ശിവേട്ടാ, ഞാൻ ആകെ വിഷമിച്ചിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരെത്തും പിടിയും കിട്ടണില്ല. നീ കാര്യം പറ വൈജയ്. ശിവേട്ടാ, ഇന്ന് ഉച്ചതിരിഞ്ഞ് എറണാകുളത്തെ ഒരു ഹോട്ടലിൽ വെച്ച് ഞാൻ ബബിതയെ കണ്ടു. അവൾ അലീനയുടെ കൂടെയായിരുന്നല്ലോ. ഞാൻ കാണുമ്പോൾ ശിവേട്ടാ, അവളുടെ കൂടെ ഉണ്ടായിരുന്നത് സ്റ്റാൻലി ജോസഫാണ്. സ്റ്റാൻലി ജോസഫോ? ഏത് പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ ശിവശങ്കരന്റെ ശബ്ദം മുറിഞ്ഞു. അയാൾക്ക് പിടികിട്ടിയെന്ന് വൈജയന്തിക്ക് മനസ്സിലായി. അതുതന്നെ ശിവേട്ടാ, ആഗ്രയിലുണ്ടായിരുന്ന സ്റ്റാൻലി ജോസഫ്. അവർ രണ്ടുപേരും ഒരു കുടക്കീഴിലാണ് ഹോട്ടലിലേക്ക് കയറിപ്പോയത്. നല്ല അടുപ്പമുള്ളവരെ പോലെ. വൈജയന്തിയുടെ ഒച്ച വിറച്ചു താണു. ഓ മൈ ഗോഡ്, നിന്നെ അവർ കണ്ടോ? കണ്ടു. വൈജയന്തി സംഭവം മുഴുവൻ ശിവശങ്കരനോട് വിശദമായി പറഞ്ഞു. ശിവശങ്കരൻ തരിച്ചിരിക്കുകയാണ്. ശിവേട്ട, അവർ തമ്മിൽ എവിടെ വെച്ചാണ് പരിചയം? എങ്ങനെ കണ്ടുമുട്ടി? ശിവേട്ടനൊന്ന് അന്വേഷിക്കണേ. ഇനി അതറിയാതെ എനിക്ക് ഉണ്ണാനും ഉറങ്ങാനും പറ്റില്ല. വൈജയന്തി ഭാരവശത്തോടെ പറഞ്ഞു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.